കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ്. ബീഫ് സുർബിയാൻ, മട്ടൻ ചാപ്സ്, ബീഫ് പള്ളിക്കറി, ഫിഷ് കറി, മീൽസ്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും. ബ്രീസ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. മലപ്പുറം ജില്ലയെ അവഹേളിച്ച പിണറായി വിജയന് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകണമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ. കോൺഗ്രസിന്റെ മിഷൻ 2025ന്റെ ഭാഗമായി നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കം എന്ന പേരിൽ ചുങ്കത്രയിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 16 നിയമസഭാ മണ്ഡലങ്ങളിലും യുഡിഎഫിന് വിജയിക്കാനുള്ള ശക്തിയുണ്ട്. ആര്യടൻ മുഹമ്മദും എം പി ഗംഗാധരനുമെല്ലാം നയിച്ച കോൺഗ്രസിന് ജില്ലയിൽ ഇന്നും കരുത്തുറ്റ നേതൃത്വമുണ്ട്. മലപ്പുറം ജില്ലയിൽ കള്ളവോട്ടിന് സാധ്യതയില്ല. എന്നാൽ കണ്ണൂർ ജില്ലയിൽ കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വാർഡ് തലത്തിൽ പാർട്ടി ശക്തമായ പ്രവർത്തനം നടത്തണം. പ്രാദേശിക തലത്തിൽ പാർട്ടി ശക്തിപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ ഗുണം ലഭിക്കും. വാർഡ് വെട്ടിമുറിക്കാൻ വേണ്ടി നിയമസഭയിൽ വാർഡ് വിഭജന നിയമം പാസാക്കിയവരാണ് LDF. നിലമ്പൂർ മണ്ഡലത്തിൽ 193 വാർഡ് പ്രസിഡന്റുമാരിൽ 190 പേരും ശില്പശാലയ്ക്ക് എത്തിയതിനെ കെപിസിസി പ്രസിഡന്റ് അഭിനന്ദിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നന്നായി ഒരുങ്ങിയാൽ 2026ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കും. വാർഡ് കമ്മിറ്റികൾക്കായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന പങ്ക്. വാർഡ് കമ്മിറ്റികൾ ഐക്യകണ്ഠേന തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ മാറ്റില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നിലമ്പൂരോ മലപ്പുറത്തൊന്നും അത് കള്ളവോട്ട് ചെയ്യില്ല. കണ്ണൂരാണെങ്കിൽ അത് കള്ളവോട്ട് ചെയ്യും എന്ന് കരുതാം. ഇവിടെ ഒരു കള്ളവോട്ട് അങ്ങനെ വരില്ല. ഞാൻ പറഞ്ഞത്, അർഹതയില്ലാത്ത ഒരാള് പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും അർഹതയുള്ള ഒരാള് പട്ടികയിൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. നമ്മളുടെ ബഹുമാന്യായ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റെടുത്ത ഒരു വലിയ സമരമുണ്ടല്ലോ, വലിയൊരു ദൗത്യമുണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പാർട്ടി വോട്ടർ പട്ടിക രാഷ്ട്രീയം ശരിക്കും പഠിച്ച് ഇലക്ഷൻ കമ്മീഷനുമായിട്ടും പാർലമെന്റിൽ ഭരണ സംവിധാനവുമായിട്ടും ശക്തമായ ഒരു ഏറ്റുമുട്ടലിൽ തയ്യാറായിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി എത്രയോ മാസങ്ങൾ പഠിച്ചിട്ടാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. കഴിഞ്ഞ മാസം 5-ാം തീയതി ആ വാർത്താ സമ്മേളനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ, ലോക ജനാധിപത്യ സംവിധാനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു വലിയ മാറ്റമുണ്ടല്ലോ, വലിയൊരു ചിന്തയുണ്ടല്ലോ. BJP ഇന്ത്യ ഭരിക്കുന്നുവെങ്കിൽ അത് കേവല ഭൂരിപക്ഷം കൊണ്ടല്ല, കൃത്രിമ ഭൂരിപക്ഷം കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ തുടർഭരണം കിട്ടിയത് എന്ന് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. അവിടെ അവസാനിച്ചില്ല. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ രാജ്യത്തൊട്ടാകെ ആ സന്ദേശം പ്രചരിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായിരുന്നു. വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ID കാർഡുകളും ശില്പശാലയിൽ വിതരണം ചെയ്തു. നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കീഴിലുള്ള വാർഡ് പ്രസിഡന്റുമാരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA, ആര്യടൻ ഷൌക്കത്ത് MLA, DCC പ്രസിഡന്റ് VS ജോയ്, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, KPCC നിർവാഹക സമിതി അംഗം VA കരീം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി, കോഴിക്കോട് DCC സെക്രട്ടറി വിജയ് അരവിന്ദ്, MK രാധാകൃഷ്ണൻ, A ഗോപിനാഥൻ, ഹസീസ് പുളിയഞ്ചാലി, KC ഷാഹുൽ ഹമീദ്, പാനായിൽ ജേക്കബ്, P ഉസ്മാൻ, OT ജെയിംസ്, റീന ജിജി, TK അഫ്സത്ത്, കേമ്പിൾ രവി, CD സെബാസ്റ്റ്യൻ, അമീർ പൊറ്റമൽ, മറ്റു മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര. ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം,